വിധവകൾക്ക് അരി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഈ പറയുന്നത് പോലെ തന്നെ വളരെയധികം എനിക്ക് ദുഃഖം വന്നു. ആ ഗുരുവിലൂടെ അതുകൊണ്ട് എൻ്റെ കുടുംബം ഹാപ്പിയായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ കെട്ടിപ്പിടിക്കും. അപ്പോൾ ഭഗവാൻ സത്യ സായിബാബ പോലെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു വലിയ ഗുരു തന്നെ ആകുമ്പോൾ അതിൽ കിട്ടുന്നൊരു സന്തോഷം. ഏട്ടൻ മല നോക്കാതെ വിട്ടു പൊക്കോണം എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനനം, മറ്റുള്ളവരെന്ത് വിചാരിക്കും, മരണം. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരെന്ത് ചെയ്യുമ്പോഴും മറ്റുള്ളവരെന്തെങ്കിലും വിചാരിക്കുമോ എന്നാണ്. ഈ വിധവകൾക്ക് അരി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം 10 വിധവകൾക്ക് അരി കൊടുക്കുമായിരുന്നു. അപ്പം നമ്മൾ ഈ പൈസയായിട്ട് പലർക്കും തരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ അരിക്കൊക്കെ പൈസ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെല്ലാ വീട്ടിലും പോയി ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യും. അപ്പോൾ ഈ ആൺകുട്ടികളും ഉണ്ടല്ലോ എൻ്റെ കൂടെ സ്റ്റുഡൻസൊക്കെ. അപ്പോൾ എന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം. കാറിൽ പോകും, ന്യൂസ് പേപ്പർ എടുത്തിടും, ഈ ന്യൂസ് പേപ്പർ കൊണ്ടുപോയി വിൽക്കും, എന്നിട്ട് ആ പൈസ വെച്ച് നമ്മൾ അരി മേടിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഒരു സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കാറുള്ളതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിയെല്ലാം ഞാനായിരിക്കും ചെയ്യുക. ഇപ്പോൾ പുന്നത്തറയിലൊരു വീടുണ്ട്. അവിടെ 3 സ്ത്രീകളാണ്, ഒരു അമ്മയും 2 മക്കളും, എല്ലാവരും പ്രായമായവരാണ്. അപ്പോൾ അതിൽ ഈ 3ാമത്തെ ചേച്ചി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൈസുള്ളതാണ്, പാരലൈസ്ഡാണ്, കിടപ്പാണ്. അപ്പോൾ അവരുടെ ശരീരത്തിൽ മുഴുവൻ വസ്ത്രമൊന്നും കാണത്തില്ല. ഇങ്ങനെ കിടന്ന് ഈ ബെഡിൽ കിടന്നിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഒരു തോർത്ത് വെച്ചൊക്കെ ഇങ്ങനെ മൂടിയിട്ടേ കാണും. അസാമാന്യ ഓർമ്മശക്തിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം എപ്പോൾ പോയി, ടീച്ചർ എപ്പോഴാണ് വന്നത്, ഇതൊക്കെ പറയും. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ സാധാരണ ഒരു വീട്, ഒരു സൗകര്യമില്ലാത്തൊരു വീടാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ ഉണ്ട് ഈ ചേച്ചി കിടക്കുന്നിടത്തുനിന്ന് വലിയൊരു കമ്പ് മുകളിൽ തട്ടിങ്ങനെ തുണിയൊക്കെ വലിച്ചാണ് കെട്ടിയിരിക്കുന്നത്, അതിൻ്റെ അകത്തോട്ടിങ്ങനെ പോയിരിക്കുക. അപ്പം ഞാൻ സാധാരണ നല്ല പരിചയമുള്ളവരല്ലേ, ഞാൻ ചെന്നിട്ട് ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചു, ഇന്ന് തന്നെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ചേച്ചി പറയുകയാണ്, എൻ്റെ ടീച്ചറെ രാത്രിയായി കഴിഞ്ഞാൽ മുകളിൽ എലിയുടെ ശല്യമാണ്, എലി വന്ന് മൂത്രം ഒഴിക്കും, ഇവർക്ക് പാരലൈസ്ഡ് ആയതുകൊണ്ട് തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മൂത്രം ഒഴിക്കുന്ന മുഴുവൻ ഇവരുടെ ശരീരത്തിലേക്കാണ്. അപ്പോൾ ഈ എലിയെ ഓടിക്കാനാണ് ഇവരിത് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ഓർത്തു. അപ്പോഴും ഞാൻ വിചാരിച്ചു, നമ്മൾ രാത്രിയിൽ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുന്നത് ഒന്നും നമുക്ക് അറിയുന്നില്ല, നമുക്ക് തലയണയില്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്. അപ്പം ഇങ്ങനെയുള്ള വളരെയധികം തിരിച്ചറിവുകൾ. അതുപോലെ ഒരു സംഭവം കൂടെ പറയാം. ഇവിടെ ഒരു ഓർഫനേജ് എന്ന് പറയാൻ പറ്റില്ല, കുട്ടികളെ അച്ഛനമ്മമാർക്ക് നോക്കാൻ പറ്റില്ല എങ്കിൽ തീരെ പാവങ്ങളായിട്ടുള്ള അമ്മയില്ലാത്ത കുട്ടികൾ അങ്ങനെ നോക്കുന്ന ഒരു ക്ഷേത്രത്തിനടുത്ത് ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ബിജോയി എന്ന് പറയുന്ന ഒരു അദ്ദേഹമായിരുന്നു. അപ്പം ഞങ്ങൾ സമയമുള്ളപ്പം അവർക്ക് ഫുഡ് കൊടുക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ പോകും. അപ്പോൾ ഈ കുട്ടികളുമായിട്ട് സ്ഥിരമായിട്ട് നല്ല പരിചയമുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ചില കുട്ടികൾ, ഞാൻ ഇങ്ങനത്തെ കഥകളൊക്കെ പറയും പഠിപ്പിക്കുമ്പോൾ കോളേജിൽ. അപ്പോൾ ചില കുട്ടികൾ പറയും, മിസ്സേ നല്ല ജോലി കിട്ടിയിട്ട് നിറയെ പൈസ ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത്ത് പോകാൻ. അപ്പം ഞാൻ പറയും, മോനെ ഇതൊന്നും ചെയ്യാൻ പൈസ വേണ്ട, മനസ്സ് മാത്രം മതി. ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ എൻ്റെ 2 കുട്ടികളുടെ പുസ്തകം മുഴുവൻ ബ്രൗൺ പേപ്പർ ഇട്ട് പൊതിയണേ. ഒന്ന് ആലോചിച്ച് വയ്ക്കുക, നമുക്കിത് വലിയൊരു ടാസ്ക്കാണ്. ഈ 25 പിള്ളേരുടെയും സ്കൂൾ തുറക്കുമ്പം ബ്രൗൺ പേപ്പർ ഇട്ട് പൊതിയാണ്. നമുക്കത് പോയി ചെയ്തു കൊടുക്കാം, അല്ല അതിന് പൈസ ചിലവാക്കണ്ട. വൈകുന്നേരം ഒരു ഫുട്ബോളുമായിട്ട് പോയാൽ കുട്ടികളുമായിട്ട് കുറച്ച് നേരം കളിക്കാം, ഇങ്ങനെയൊക്കെ. അപ്പം ഞാൻ ചില ഞായറാഴ്ചകൾ പോവും, ഇവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അങ്ങനെ ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഞാൻ ചുമ്മാ വെറൈറ്റി ആക്ടിവിറ്റി വേണ്ടേന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് ഞാൻ എഴുതിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഈ പറയുന്നത് പോലെ തന്നെ വളരെയധികം എനിക്ക് ദുഃഖം വന്നു. അവർ പറയുന്ന അതിലൊരു കുട്ടി എനിക്കൊരു പഴംപൊരി കഴിക്കണം, അല്ലെങ്കിൽ ചെറിയ സമോസ കഴിക്കണം, ഏറ്റുമാനൂർ ഒരു ഉത്സവം കൂടണം, ഞങ്ങൾ ഇതുവരെ ഒരു ഉത്സവം കൂടിയിട്ടില്ല. ഇങ്ങനെ നമ്മൾക്ക് വളരെ ആയാസമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഈ കുട്ടികൾ പറഞ്ഞിരുന്നത്. അതാണ്. അപ്പോൾ ഇതൊക്കെ ഓർഗനൈസേഷനിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ 2 ട്രിപ്പായിട്ട് 8, ഇതെല്ലാം ചെറിയ കുട്ടികളല്ലേ, 8-10 എണ്ണത്തിന് ഒന്നിച്ച് കാറിൽ കയറ്റി ഞാൻ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി അന്ന് ആ ഉത്സവം മുഴുവൻ PP ഒക്കെ മേടിച്ച് കടലയൊക്കെ മേടിച്ച് എന്നുള്ളതൊക്കെ കാണിച്ച് തിരിച്ചു വന്ന് അടുത്തൊരു ലോഡ് കൊണ്ടുവന്ന്. അപ്പോൾ അതിലേതിനോ കുറേ എണ്ണത്തിന് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാത്തിനോടും ചെരുപ്പയുടെ കയറി എല്ലാത്തിനും പാകമുള്ളത് ഇട്ട്. പക്ഷേ നമുക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നല്ല പറയുന്നത്, പക്ഷെ തിരിച്ച് ആ ഒരു കുട്ടികളുടെ മനസ്സ്
എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഇല്ലേ നമുക്ക് കുറച്ചും കൂടെ ഭൂമിയിൽ ചവിട്ടി ജീവിക്കാൻ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള തോന്നല് കിട്ടുന്നുള്ളതാണ്. അതെല്ലാം ഈ ഓർഗനൈസേഷൻ ഒരു വ്യക്തിപരമായിട്ട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ടായിരിക്കാം. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടിയത് ഓർഗനൈസേഷനിൽ വന്നുകൊണ്ടാണ്. പിന്നെ ഇതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഓരോ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഓരോടത്ത് പോകുമ്പോൾ അവരോട് എങ്ങനെ പെരുമാറണം. അതുപോലെ എൻ്റെ കുട്ടികൾക്കാണെങ്കിലും വളരെ ചെറുപ്പം തൊട്ടേ ഈ രീതിയിൽ പെരുമാറാനും ഒക്കെ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ആ സ്വാമിയുടെ കരുണ കൊണ്ട്, ഭഗവാന്റെ കൃപ കൊണ്ട് തന്നെയാണ്. നമ്മൾ പലപ്പോഴും പല ഗുരുക്കന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇദ്ദേഹം പറയുന്ന ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് എന്ന് തോന്നിയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം എല്ലാത്തിനോടും നമുക്ക് യോജിക്കാൻ പറ്റില്ല, പക്ഷേ ഒരുപാട് യോജിക്കാനും പറ്റില്ല എന്നുള്ളത്. പക്ഷേ ആ ഗുരുക്കന്മാർക്ക് ശിഷ്യപ്പെട്ടിട്ട് ജീവിതം മാറിയ പല ആളുകളും പിന്നീട് നമ്മളെ വിളിച്ച് നന്ദി പറയാറുണ്ട്. രോഹിത് കാരണം അല്ലെങ്കിൽ അബാക് മീഡിയ കാരണം എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ വിചാരിച്ചാൽ അയൽവക്കത്തെ ഒരാളുടെ ഒരു ദുശീലം മാറ്റാനോ നേർവഴിക്ക് നയിക്കാനോ പറ്റില്ല, ഇവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഞാൻ ആരോടോ അത് പറയുകയും ചെയ്തു. ഞങ്ങളുടെ സ്പിരിച്വൽ അവേഴ്സ് പ്രോഗ്രാം ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഇന്നലത്തെ ഷൂട്ടിലാണ്, ഒരാൾ വന്നിട്ട് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ, അപ്പോൾ എല്ലാ അമ്മമാരും വരുന്നു, മോനെ നന്ദി എന്നൊക്കെ പറയുന്നത് എന്നെ കെട്ടിപ്പിടിക്കുന്നു, അങ്ങനെയൊക്കെ പോവാണ്. ഗുരുക്കന്മാരെ കാല് തൊട്ട് എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് എന്നെ അങ്ങ് ഹഗ് ചെയ്തു, മുറുക്കി കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ ചെവിയിൽ പറയാണ്, രോഹിത് കാരണമാണ് എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. ഞാൻ ചേട്ടാ എന്താ പറയുന്നത്? രോഹിത് കാരണമാണ് എനിക്കൊരു ഗുരുവിനെ കിട്ടിയത്. ഒരു ഗുരുവിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എവിടെയോ ഒരു സ്പാർക്ക് അടിച്ചു. ആ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹത്തെ കണ്ടു. ഒരു ദിവസം മദ്യത്തിന് മാത്രം ഞാൻ ചിലവാക്കുന്നത് 5000 രൂപയായിരുന്നു. ഇന്ന് എനിക്കത് ശീലമില്ല. ആ ഗുരുവിലൂടെ അതോടെ എൻ്റെ കുടുംബം ഹാപ്പിയായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ കെട്ടിപ്പിടിക്കും. അപ്പോൾ ഗുരുക്കന്മാരുടെ ഒരു മഹത്വമാണ് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ അത് ഭഗവാൻ സത്യ സായിബാബ പോലെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു വലിയ ഗുരു തന്നെ ആകുമ്പോൾ അതിൽ കിട്ടുന്നൊരു സന്തോഷം മനസ്സിലാകും. പക്ഷേ എൻ്റെ ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ അമൃതാനന്ദമയി ദേവി അടുത്ത് ചെല്ലുമ്പോൾ ആളുകൾ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലാണ് അമൃതാനന്ദപുരിയിൽ പോയിട്ടുള്ളത്. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് ഇത്തരത്തിലുള്ള യാത്രകൾ വളരെ കുറവുള്ള ഒരാളാണ് ഞാൻ. അത് ഞാൻ പോയത് എൻ്റെ ഒരു സുഹൃത്തിനൊപ്പം. എന്നോട് രാവിലെ വിളിക്കുക, എന്താ പരിപാടി? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, വെറുതെ ഇരിക്കുക. ഇപ്പോഴും അല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. വെറുതെ ഇരിക്കുക. ബൈക്കുണ്ടോ? ഉണ്ട്. അന്ന് നമുക്ക് കാറൊന്നുമില്ല. ബൈക്കിൽ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഉണ്ട്, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? പോവാം. കറങ്ങാൻ പോയതാണ്. പുള്ളി ഒരു RSSൻ്റെ പ്രവർത്തകനാണ്. അപ്പോൾ പുള്ളിയുടെ കറങ്ങാൻ പോക്കല്ല ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക്. ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് അമൃതാനന്ദപുരി ആശ്രമത്തിലേക്ക് പോയി. അപ്പോൾ അന്ന് അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നിട്ട് പാസിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ ഇദ്ദേഹം സീരിയലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പാസ് കിട്ടിയില്ല. അപ്പം അവർ പറഞ്ഞു ദൂര സ്ഥലങ്ങളിൽ. അപ്പോൾ ഞങ്ങൾ നാളെ ഞങ്ങൾക്ക് കോയമ്പത്തൂർ പോകണം, നാളെ പാരീസിൽ പോകേണ്ടുന്നവരുണ്ട്, ദുബായിൽ പോകേണ്ടുന്നവരുണ്ട് എന്നൊക്കെ അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ടാകാത്ത സംഭവങ്ങൾ. ഞങ്ങൾ ദൂരെ നിന്ന് കാണും. അപ്പോൾ ഇത്ര ദൂരെ നിന്ന് കാണുമ്പം പോലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു എനർജി. ഇന്നാണെങ്കിൽ അത് കൃത്യമായി മനസ്സിലാവും. അന്നത്തെ ഇതൊന്നും ഒന്നും മാനിക്കാതെ നടക്കുന്ന സമയത്ത് പോലും അവരിൽ എന്തോ ഉണ്ട്. അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന ആളുകൾക്ക് എന്തോ കിട്ടുന്നുണ്ടെന്നൊരു ബോധ്യം. പിന്നെ ഒരിക്കൽ അച്ഛൻ അവിചാരിതമായ ആരുടെയോ കൂടെ ഇവിടെ പോയിട്ട് തിരികെ വന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചെന്നപ്പം പുള്ളിക്കാരി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു, എല്ലാം ശരിയാകും മോനെ. പുള്ളി അന്ന് ബിസിനസ്സൊക്കെ മാനസികമായി തകർന്നു നിൽക്കുന്ന ഒരു സമയത്ത് ആരോ വിളിച്ചിട്ട് പോയതാണ്. അപ്പോൾ അച്ഛൻ കൂട്ടുകാരനോട് പറയുന്നത് ഞാൻ അടുത്തിരുന്ന് കേൾക്കുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു എനർജി ക്രിയേറ്റ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ അമൃതാനന്ദമയി ആകട്ടെ, ഭഗവാൻ സത്യസായി ബാബാജി ആകട്ടെ, ആരെയായാലും ഇവരെയൊക്കെ ആരാധിക്കുന്നവരെ കളിയാക്കുന്ന ഒരു വലിയ സമൂഹം തുടങ്ങിയത് അങ്ങനെയാണ്. അത്തരം കളിയാക്കലുകൾ കുറേ കേട്ടിട്ടുണ്ടാവും. ഉണ്ട്. അതിനു മുമ്പ് ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഋഷീശ്വരന്മാരെല്ലാം ഒറ്റക്കെട്ടാണ്, അല്ലെങ്കിൽ അവതാരങ്ങൾ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. ഇവരെല്ലാം വന്നിരിക്കുന്നത് ഒരേ ദൗത്യത്തിനായിട്ടാണ്. എല്ലാവരും അവരവരുടെ പാർട്ട് ചെയ്തു പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും അമൃതാനന്ദമയി അമ്മ ഞങ്ങൾ കണ്ടത്, ഞാനും എൻ്റെ കുട്ടികളും കണ്ട ഫോട്ടോ മുഴുവൻ വെച്ചിട്ടുണ്ട്. ആശ്രമത്തിൽ നിന്ന് തന്നെ കൊടുത്തു വിട്ടതാണ്, ഫ്രെയിം ചെയ്ത് കൊടുത്തു വിട്ടത്. എനിക്കിത് തമ്മിലൊന്നും ഒരു വ്യത്യാസവും തോന്നാറില്ല. പക്ഷേ എൻ്റെ ഗുരു അല്ലെങ്കിൽ എൻ്റെ ഭഗവാൻ എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ സ്വീകരിക്കണം. അത് ഭഗവാൻ ശ്രീ സത്യസായി ബാബയാണ്. എൻ്റെ സാധനാ മന്ത്രം എന്ന് പറയുന്നതും സ്വാമിയുടെ മന്ത്രമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അമ്മയൊക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിലെ ആ ഊർജം നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമ്മൾ പനി വന്നാൽ തുടരുമെന്നൊക്കെ പറയില്ല. എന്തുകൊണ്ടാണ്? ഈ ചൂട് തപം ആണ്. ആ തപസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ചൂട്
അവർ നമ്മളിലേക്ക് തരികയാണ് ചെയ്യുന്നത്. അത് എത്രമാത്രം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. അത് ദൂരെ നിന്ന് കണ്ടാലും ആ ഓറ അവിടെയുണ്ട്. സ്വാമിയിലേക്ക് വന്നപ്പോൾ സ്വാമിയിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെയൊക്കെ കേസിൽ ഞാൻ ഈ 1 വർഷം കൊണ്ടൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഈ കപ്പലൊക്കെ നങ്കൂര ഇടത്തില്ല, അതുപോലെ അങ്ങ് ഉറച്ച ബോധ്യം വന്നു. പിന്നെ എവിടുന്ന് ആരെന്ത് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ എപ്പോഴും അർജുൻ്റെ ചിന്തയാണ്. അർജുനെ പലരും കളിയാക്കി, നിനക്ക് വഴി മനസ്സിലായി, പലരും കളിയാക്കും, അതൊന്നും കേൾക്കരുത്, മനസ്സിലായി കഴിഞ്ഞാൽ ഏട്ടൻ മല നോക്കാതെ വിട്ടു പൊക്കോണം എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഒരിക്കൽ ഒരു 3-4 പേര് വിളിച്ചിട്ട്, ഞാൻ സായിബാബ ഡിവോട്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് സ്വാമി പറയണം, പക്ഷേ സ്വാമിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നയാളാണ്. എൻ്റെ കാറിലൊക്കെ സ്റ്റിക്കറുണ്ട്. എന്നെ വിളിച്ചിട്ട് കമ്പ്യൂട്ടറിൽ അന്നത്തെ ഇന്ത്യ ടുഡേയിൽ ഇത് വന്നിരുന്നല്ലോ, ഒരു വീഡിയോ, വിഭൂതി ഇങ്ങനെ ജുബായ്ക്കിടയിൽ നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് കാണിച്ചു. അപ്പോൾ എന്നെ വിളിച്ച് കാണിക്കുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ, സ്വാഭാവികമായിട്ട്. ഞാനപ്പോൾ എന്ത് ചെയ്തു, ശാന്തമായിട്ട് അത് മുഴുവൻ ഇരുന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞു എന്ന് തോന്നുന്നു, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു പൊയ്ക്കോന്ന് പറഞ്ഞ് പോന്നു. കാരണം അവർ പക്ഷേ എന്നിൽ നിന്ന് അതല്ല പ്രതീക്ഷിച്ചത്. മനസ്സിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അവർ വിചാരിച്ചത് ഞാൻ തർക്കിക്കുന്നതാണ്. പക്ഷേ ബാബ എപ്പോഴും പറയാറുണ്ട്, ശരിക്ക് ഭഗവാന് നമ്മുടെ റെക്കമെൻഡേഷൻ വേണോ, ഇനി ഞാൻ അവിടെ നിന്ന് സ്ഥാപിക്കണോ ഇത് ഭഗവാനാണെന്ന്? ദൈവത്തിന് നമ്മുടെ റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല. മാത്രമല്ല എൻ്റെ മനസ്സിൽ അത് ഉറച്ചു കഴിഞ്ഞു. ഇനി അത് എന്തൊക്കെ വന്ന് സംഭവിച്ചാലും, മലയാളിക്കൊരു പ്രശ്നമുണ്ട്, ഈയിടെ ഒരു വാട്സപ്പ് മെസ്സേജ് കണ്ടാണ്, ജനനം മറ്റുള്ളവരെന്ത് വിചാരിക്കും, മരണം. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരെന്ത് ചെയ്യുമ്പോഴും മറ്റുള്ളവരെന്തെങ്കിലും വിചാരിക്കുമോ എന്നാണ്. ആധ്യാത്മിക പാതയിൽ അങ്ങനെയൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന എല്ലാവരും പറയുന്ന കേട്ടുകൊണ്ടിരിക്കാനും നമുക്ക് സമയമില്ല. നമുക്ക് ബോധ്യം വന്നെങ്കിൽ നമ്മൾ ആ രീതിയിൽ പോവാം. പിന്നെ ഏറ്റവും കൂടുതൽ പരിഹാസം നേരിട്ടത് പ്രഭാഷണ മേഖലയിലേക്ക് വന്നപ്പോഴാണ്. ഞാൻ പ്രഭാഷണ മേഖലയിൽ തുടക്കം തന്നെ ഭഗവാൻ സത്യസായി ബാബയുടെ പേരെടുത്ത് തന്നെ പലതും പറയുമായിരുന്നു. അതിന് കാരണം എനിക്ക് കിട്ടുന്നത് സ്വാമിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല, ധാരാളം ഭാഗവതമൊക്കെ കിട്ടും. ഞാൻ പലതിലും സ്വാമിയുടെ വാക്കുകൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ പറയും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്ന ഉദാഹരണങ്ങളാണ്. അപ്പോൾ പലരും എന്നോട് പറയും, ടീച്ചർ പറയുന്ന പല കാര്യവും ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പലരും സ്വാമിയുടെ ലിറ്ററേച്ചർ വായിച്ചിട്ടില്ല. ഇത് സ്വാമിയുടെ ലിറ്ററേച്ചറിൽ നിന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പലതും കേൾക്കാത്തതായിട്ട് പറയും. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതും ആ വിഷയത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതും സ്വാമിയുടെ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് ആദ്യകാലം തൊട്ട് തന്നെ ഞാൻ ഭഗവാൻ ശ്രീ സത്യസായി ബാബ പറയുന്നു എന്ന് പറഞ്ഞ് പറയും. അപ്പം എന്നോട് ചിലരെന്നെ ഉപദേശിച്ചു പ്രഭാഷണത്തിലേക്കൊക്കെ. ഞാനൊരിക്കലിത് ഇങ്ങനെ പ്രഭാഷകയാകണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ സത്യസായി ബാബയുടെ പേര് പറഞ്ഞാൽ പലരും ഈ വീഡിയോ കാണാതിരിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പരിപാടി ഇല്ല. കാരണം എന്നെ വാക്കുകൾ ഉൾക്കൊള്ളുവാണെങ്കിൽ ഇതിനോട് ചേർത്ത് എൻ്റെ ഒരു ഇതിനെ വിശ്വാസത്തെ മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ സമയത്ത് ഞാൻ ഈ ഭഗവാൻ സത്യസായി ബാബയെ പറ്റി പറയുമ്പോൾ അടിയിൽ ധാരാളം കമൻറ്റുകൾ വരും. നല്ല ബുദ്ധിയുണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്, തലതിരിഞ്ഞു പോയല്ലോ, ഇങ്ങനെ പറഞ്ഞ് കമൻറ്റുകൾ വരും. പിന്നെ മാത്രമല്ല, ഞാനൊരു സാധന എന്നുള്ള രീതിയിൽ ഭഗവാൻ സത്യസായി ബാബയുടെ ബുക്കുകൾ വായിച്ച് യൂട്യൂബിലിടും, ഗ്രന്ഥപാരായണം. അപ്പോൾ അത് കാണുമ്പോഴും ആൾക്കാർ ധാരാളം കമൻ്റ് ഇടുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഭഗവാൻ എന്നെ ഇതിലൊന്നും ചലിപ്പിച്ചിട്ടില്ല, തളർത്തിയിട്ടില്ല. പിന്നെ ആയപ്പോൾ സ്വാമിയുടെ കുടുംബാംഗങ്ങൾ, സായി ഫാമിലി എന്ന് പറയും എല്ലായിടത്തും ഉള്ള പ്രഭാഷകർ, എന്നെ കാണുമ്പോഴേ വന്ന് പറയും, ഒരു പ്രഭാഷണത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്വാമിയുടെ പേര് പറയുമല്ലോ എപ്പോഴും. ഞാൻ പറയും, അത് ഡെലിബറേറ്റ്ലി അല്ല, ചിലപ്പോൾ വിട്ടുപോകും, ആ വിഷയത്തിന് ചേരുന്നതാണെങ്കിൽ പറയും. പക്ഷേ ഇന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് മാത്രം എത്രയോ പേരാണെന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി സ്വാമിയുടെ പുസ്തകം വായിക്കുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ മറ്റ് പ്രഭാഷണങ്ങളും കൂടെ നടത്തുമ്പോൾ സരിതായ്യർ പറയുമ്പോൾ, സ്വാമിയുടെ കാര്യം പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കാരണം കാണുമെന്ന് ചിലരെങ്കിലും നമ്മൾ മറ്റു വിഷയങ്ങളിൽ കുറച്ച് ആഴത്തിൽ സംസാരിക്കുമ്പോൾ അറിവില്ലാതെ ഇങ്ങനെ പറയില്ലേ, പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാരണം കാണും എന്നുള്ള രീതിയിൽ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ ചേച്ചി, എന്തായാലും ഭഗവാൻ സത്യസായി ബാബയുടെ കഥകളാകട്ടെ മറ്റു കഥകളാകട്ടെ ഒരുപാട് മേഖലകളെ പറ്റി സംസാരിക്കാനുണ്ട്.
ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.